بسم الله الرحمن الرحيم الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. പ്രിയപ്പെട്ട അൽ ഹിക്മ ദർസെ ഹദീസിലെ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ റിയാദുസ് സാലിഹിലെ ഹദീസുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസാണ് പറയുവാനുള്ളത്. വിശുദ്ധ ഖുർആന്റെ പാരായണത്തിന്റെ മഹത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അൻ അബി ഉമാമത റളിയല്ലാഹു അൻഹു, അബി ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖാല, അദ്ദേഹം പറഞ്ഞു, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് ഞാൻ കേട്ടിരിക്കുന്നു, യഖൂലു ഇഖ്റഉ അൽ ഖുർആന, ഇഖ്റഉ അൽ ഖുർആന, ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക. ഇഖ്റഉ അൽ ഖുർആന, ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക. ഫഇന്നഹു, നിശ്ചയം അത്, യഅതി വരും, യൗമൽ ഖിയാമത്തി, യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ വരും, ഷഫീഅൻ, ഷഫാഅത്ത് ചെയ്യുന്നവനായി, ഷഫാഅത്തുമായി വരും, ലി അസ്ഹാബിഹി, അതിൻ്റെ അസ്ഹാബിന്, അതിൻ്റെ അഹ്ലുകാർക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യും. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുക, ആ ഖുർആന് അന്ത്യനാളിൽ അത് ശുപാർശകനായി അവരുടെ ഖുർആൻ പാരായണം ചെയ്തവർക്ക് എത്തും എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്. ഇഖ്റഉ അൽ ഖുർആന, ഖുർആൻ പാരായണം ചെയ്യുക. നിങ്ങൾ എല്ലാവരും കേട്ടതും പഠിച്ചതുമായ ഒരു ഹദീസായിരിക്കും. ഞാൻ മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഗ്രന്ഥത്തിൽ റിയാദുസ് സാലിഹിൽ പല ഹദീസുകളും നമ്മളെല്ലാവരും കേട്ടതും പഠിച്ചതുമായിരിക്കും. നമ്മുടെ ജീവിതത്തെ തിരുത്തി വായിക്കുവാനുള്ള ഹദീസുകളാണ് ഇതൊക്കെ. ഇഖ്റഉ അൽ ഖുർആന, ഖുർആൻ നിങ്ങൾ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി, അന്ത്യനാളിൽ അത് ശുപാർശകനായി വരുന്നതാണ് ഇതിൻ്റെ ആളുകൾക്ക് വേണ്ടി, ഇൻഷാ അല്ലാഹ്. ഇതാണ് ഹദീസ്. അപ്പൊ ഖുർആൻ എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാറുള്ള, ഖുർആന് എന്തുകൊണ്ട് പാരായണം ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ, എനിക്ക് പാരായണം ചെയ്യാൻ സമയം കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്? ഖുർആൻ പാരായണത്തിന് സമയം കണ്ടെത്താതിരിക്കുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്നത് എന്തൊക്കെയെന്നുള്ളതാണ് ഇന്ന് ഞാൻ, അതുപോലെ തന്നെ നമുക്ക് നേട്ടം എന്തൊക്കെയെന്നുള്ളതാണ് ഇന്ന് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ജീവിത തിരക്കുകൾക്കിടയിൽ സമയം കിട്ടുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഒരു വാഹനം, നമ്മളൊരു വാഹനവുമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണല്ലോ, ഒരു യാത്രയാണല്ലോ. ജീവിതം എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ യാത്രയാണ്. നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്ര ചെയ്തു. ഇനി ഭൂമിയിൽ നിന്ന് ഖബറിലേക്ക് യാത്ര ചെയ്യും. ഇനി അവിടുന്ന് അങ്ങോട്ട് പരലോകത്തേക്ക് യാത്ര ചെയ്യും. അവിടുന്ന് സ്വർഗത്തിലേക്ക്, നരകത്തിലേക്കുള്ള യാത്രയാണ് പിന്നീടുള്ളത്. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഈ യാത്രക്കിടയിൽ നമുക്ക് ഇതിന് സമയമില്ല, ഖുർആൻ പാരായണം ചെയ്യാൻ സമയമില്ല എന്നുള്ളതാണ്. അപ്പൊ ഒരു വാഹനം പോലെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക. ഒരു വാഹനം, യഥാർത്ഥ യാത്രയാണല്ലോ നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ നമ്മളൊരു വാഹനമായിട്ട് സങ്കല്പിക്കുക. ആ വാഹനം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, ദൂരയാത്രയിലാണുള്ളത്. പല സന്ദർഭങ്ങളിലും നമുക്ക് നമ്മുടെ ഇന്ധനം നിറക്കുവാനുള്ള കേന്ദ്രങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് സമയമില്ല, എനിക്ക് വേഗത്തിലെത്തണം, അതുകൊണ്ട് തന്നെ സമയമില്ലാതെ ഞാൻ എൻ്റെ വാഹനവുമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഇന്ധനം നിറക്കാൻ പറഞ്ഞപ്പോൾ പല ആളുകളും നമ്മളോട് ഇന്ധനം നിറക്കാൻ പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ പറയുന്ന മറുപടി, സമയമില്ല, ടൈമില്ല, അതിന് നിർത്താനുള്ള സമയമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാഹനവുമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ എന്ത് അപകടമാണ് ആ വാഹനത്തിനുണ്ടാവുക? എവിടെയാണത് നിലക്കുക? എന്നിട്ട് എന്ത് പ്രയാസങ്ങൾ നേരിടും? അതുപോലെ അതിലേറെ പ്രയാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. യാത്രയിൽ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുവാനും പഠിക്കുവാനും സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നതോടുകൂടി നമുക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യം. അപ്പോൾ ആ അപകടം നമ്മൾ മനസ്സിൽ കണ്ടുവെക്കുക. അതുപോലെയാണ് നിലച്ചു പോകും നമ്മുടെ ജീവിതം ഒരു ദിവസം. ആ ദിവസം പിന്നീട് നമുക്ക് ഈ ഇന്ധനം നിറക്കുവാനുള്ള അവസരം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളത് സമയം കിട്ടുന്നില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഖുർആൻ, നേരത്തെ പറഞ്ഞ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ പരലോകത്ത് വെച്ച് നമുക്കറിയാം, ആരാരുടെയും ഒരു തണലും ഇല്ലാത്ത നേരം, ഒരാളും നമ്മളെ സഹായിക്കാനില്ലാത്ത സമയം,
ആ സമയത്ത് നമ്മളെ സഹായിക്കാൻ വരിക നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഖുർആൻ, ആ നമ്മൾ പാരായണം ചെയ്ത ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമും, ആ കലാമ് നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും. ഒരാൾക്കും അവിടെ ശുപാർശ ചെയ്യാൻ, ഉമ്മാക്ക്, ഉപ്പാക്ക്, നമ്മുടെ കുടുംബക്കാർക്ക്, നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മുടെ ഉസ്താദുമാർക്ക്, നമ്മൾക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾക്ക്, ഇവർക്കും തന്നെ നമ്മുടെ കാര്യം അള്ളാഹുവിനോട് പറയാനുള്ള അവകാശമില്ലാത്ത, അധികാരമില്ലാത്ത ഒരു നാളിൽ നമുക്ക് വേണ്ടി പറയുവാനുണ്ടാവുക ഖുർആനാണ്. ഖുർആനാണ് നമുക്ക് വേണ്ടിയിട്ട് ശുപാർശ പറയുക എന്നുള്ളതാണല്ലോ ഖുർആന്റെ ആളുകൾക്ക്, അതിൻ്റെ ആളുകൾക്ക് അത് ഖുർആന് അള്ളാഹുവിനോട് ശുപാർശ നടത്തും എന്നുള്ളതാണ്. ആ ശുപാർശ ലഭിക്കാനാണ് നമ്മൾ ഖുർആൻ പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യുന്നത്, അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു 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 ഒരിക്കൽ ശിഷ്യന്മാരുടെ അടുത്തിങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ഇമാം ഗസാലി ഒരു കാര്യം ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ട മനുഷ്യന് 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നു എന്ന വാർത്ത കേട്ടു. വീട്ടിലേക്ക് തിരിച്ചു, കബറടക്കി മണ്ണിട്ട് മൂടി എല്ലാം ചെയ്തു. എല്ലാം ആളുകളൊക്കെ വീട്ടിലേക്ക് തിരിച്ചെത്തി. 2 ദിവസം കഴിഞ്ഞപ്പോൾ കിട്ടുന്ന വാർത്ത, ആ മനുഷ്യൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു ഖബറിൽ നിന്ന് എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് ചെയ്യും? ഇതാണ് ഗസാലിയുടെ ശിഷ്യന്മാരുടെ ചോദ്യം. ശിഷ്യന്മാരൊക്കെ ഈ ചോദ്യം കേട്ട ഉടനെ തന്നെ പറഞ്ഞു, ഒന്നും ആലോചിക്കാനില്ല, ഞങ്ങൾ വളരെ വേഗത്തിൽ ഏറ്റവും ആദ്യം അയാളുടെ വീട്ടിലെത്തും, ധൃതി പിടിച്ച് അയാളുടെ വീട്ടിലെത്തും. ഗസാലി തിരിച്ചു ചോദിച്ചു, എന്തിനാണ് ഇത്ര ധൃതി? എന്തിനാണ് ഇത്ര വേഗത്തിൽ അയാളെ വീട്ടിലേക്ക് എത്തുന്നത്? ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾ മരണപ്പെട്ട ഒരു മനുഷ്യൻ തിരിച്ചു വന്നിരിക്കുകയാണല്ലോ, ഖബറിലേക്ക് ഇറക്കി വെച്ച ഒരു മനുഷ്യൻ തിരിച്ചു വന്നിരിക്കുകയാണല്ലോ. ഞങ്ങളാരും തന്നെ ഈ ഖബറിലെ അനുഭവങ്ങളൊന്നും കണ്ടിട്ടില്ല, അദ്ദേഹം അത് കണ്ടതാണല്ലോ. അതുകൊണ്ട് തന്നെ ഖബറിലെ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളതിനെക്കുറിച്ചും മരണത്തിന് ശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ അറിയുവാനുള്ള ആകാംക്ഷ കൊണ്ടാണ് ഞങ്ങൾ ആ ഒരു സഹോദരനെ, മരിച്ച് വീട്ടിൽ ഖബറിറക്കിയതിന് ശേഷം തിരിച്ചു വന്നിട്ടുള്ള ആ സഹോദരനെ കാണാൻ ഓടിപ്പോകുന്നത് എന്നുള്ളതാണ് ശിഷ്യന്മാർ പറയുന്നത്. ഗസാലി ഒരല്പം മൗനം ഭാവിച്ച് ശേഷം പറഞ്ഞു, ഇങ്ങനെ ഒരാൾ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ട്, നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ ഇതൊക്കെ അറിയുന്ന ഒരാളുണ്ട്, ഒന്നുണ്ട്. ശിഷ്യന്മാർ എന്താണ് അങ്ങനെ അറിയുന്ന, എന്താണ് നമ്മുടെ വീട്ടിലുള്ളത്? ഗസാലി പറഞ്ഞു, വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്, മരണാനന്തര ഖബറിനെ കുറിച്ച് പറയുന്നുണ്ട്, ബർസക്കിയായ ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിനുശേഷമുള്ള പരലോക ജീവിതത്തെക്കുറിച്ച് പറയുന്നുണ്ട്, സ്വർഗ നരകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാത്ത ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ, അത് ഖുർആനാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു ഖുർആന് നമ്മുടെ പരലോകത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ ബർസക്കിയായ ജീവിതത്തെക്കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഖുർആൻ, അത് പാരായണം ചെയ്യുവാനാണ് നമ്മൾ സമയമില്ല എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഓട്ടത്തിനിടയിൽ ഇന്ധനം നിറക്കാനുള്ള സമയമില്ല എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ അറിയേണ്ട ഒരു കാര്യം, നമുക്ക് ഖുർആൻ പാരായണം ചെയ്യാതെ അള്ളാഹുവിൻ്റെ അടുക്കലെത്തിയ ഈ ശുപാർശ കിട്ടുകയില്ല എന്ന് മാത്രമല്ല, അള്ളാഹു പരിഗണിക്കുകയില്ല, റസൂലും പരിഗണിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ഉതിറാണ് പറയുക? അറബി അറിയില്ല എന്നുള്ളതാണ് ചില ആളുകളൊക്കെ പറയാറ്. ഖുർആൻ പഠിക്കാൻ അറബി അറിയില്ല എന്നുള്ളതാണ്. അറബി അറിയില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ഒരു ഉതിറല്ല, ഒരു എന്താ പറയുക, നമ്മളുടെ ഒരു പ്രയാസമായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല എന്ന് മാത്രമല്ല, അതിനുള്ള എല്ലാ സംവിധാനമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അത് ഖുർആന്റെ പരിഭാഷയുള്ള കാലം, പരിഭാഷ വായിക്കുവാൻ ഉള്ള സംവിധാനമുള്ള കാലം, കേൾക്കുവാൻ സംവിധാനമുള്ള കാലം. ഇനി കേൾക്കുവാനും വായിക്കുവാനും കാണുവാനും അറിയാത്ത ഒരാളാണ്, കണ്ണ് കാണാത്ത അന്ധനായ ഒരു മനുഷ്യനാണെങ്കിൽ തൊട്ടു വായിക്കുവാനുള്ള ഒരു സംവിധാനമുള്ള കാലം, ഇതെല്ലാം ഉള്ള കാലമാണ്. അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഓഫ്ലൈനുമായിട്ടും ഒക്കെ ഖുർആൻ പഠിക്കുവാനുള്ള കുറേ സംവിധാനങ്ങളുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലത്ത് ജീവിച്ച നമുക്ക് അള്ളാഹുവിൻ്റെ അരികിൽ പോയിട്ട് ഖുർആൻ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല, എനിക്കതിനുള്ള ഭാഷാശേഷിയില്ല എന്നൊന്നും തന്നെ പറഞ്ഞിട്ടൊരു കാര്യവും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഈ അടുത്ത് ഞാനൊരു അന്ധന്മാരുടെ ഒരു സ്ഥാപനത്തിൽ പോവുകയുണ്ടായി. കൊണ്ടോട്ടി അടുത്ത് ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ പോകുമ്പോൾ അവിടെ നിറയെ അന്ധന്മാരാണ്.
കണ്ണ് കാണാത്തവരാണ്. പ്രിൻസിപ്പാളും അധ്യാപകര് അതുപോലെ തന്നെ പഠിതാക്കൾ ഒക്കെ അന്ധന്മാരാണ്. പക്ഷെ അവരിൽ അധികം ആളുകളും ഖുർആൻ മനഃപ്പാഠമാക്കിയവരാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഖത്തീബന്മാരാണ്, കുത്തുബ പറയുന്നവരാണ്. ഒരുപാട് ആളുകൾ ഖുർആൻ നന്നായി അതിൻ്റെ പരിഭാഷ വായിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവരുടെ കൈകൾ വിരൽ കൊണ്ടാണ് അവർ വായിക്കുന്നത്. കണ്ണവർ കണ്ടിട്ടില്ല, ഈ ലോകത്തിൻ്റെ നിറം അവർ കണ്ടിട്ടില്ല, ഖുർആൻ എന്നുള്ള ഗ്രന്ഥം തന്നെ അവർ കണ്ടിട്ടില്ല. പക്ഷേ അവർ കൈകൾ കൊണ്ട് കാണുന്നു, മനസ്സിലേക്ക് ഇറക്കി വെക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാലത്താണ് നമ്മൾ എന്തെങ്കിലും ഉദിർ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിക്കുന്നത്. എന്ത് ഉദിറാണ് അള്ളാഹുവിനോട് നമ്മൾ പറയുക എന്നുള്ളതാണ്. എന്ത് ഉദിറാണ് നമ്മൾ അള്ളാഹുവിനോട് പറയുക? ഖുർആൻ പഠിച്ചിട്ടില്ല എന്നുള്ളതിന് ഒരു ഉദിറും പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഖുർആൻ നമുക്ക് ഇനി അവസാനിപ്പിച്ചുകൊണ്ട് പറയാനുള്ളത്, ഖുർആൻ നമുക്ക് എന്തിനാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇത് അള്ളാഹുവിന്റെ കലാമാണ്. അള്ളാഹുവിന്റെ കലാമാണ്. നമ്മുടെ മുമ്പിലുള്ള മുസഹഫ് നമ്മൾ മറിച്ചു വെക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്തിരിക്കുന്ന പോലെയാണ്. അഥവാ അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണ് ഖുർആനിലൂടെ. ആ അക്ഷരങ്ങൾ വരെ, ആ വാക്കുകൾ വരെ അള്ളാഹുവിൻ്റെതാണ് എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, അള്ളാഹുവിൻ്റെ ഒരു അക്ഷരങ്ങളാണ് ഞാൻ ഈ വായിക്കുന്നത് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണ്? അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കാറ്റലോഗാണ് വിശുദ്ധ ഖുർആൻ. ഈ കാറ്റലോഗ് വായിക്കാതെ പഠിക്കാതെ ഞാൻ ജീവിച്ചു കഴിഞ്ഞാൽ അത് അപകടമായിരിക്കും എന്നുള്ളതാണ്. കാറ്റലോഗ് വായിക്കാതെയും പഠിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് ഞാനിപ്പോൾ ഈ മൊബൈൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ അത് ആ മൊബൈൽ അപകടമായിരിക്കും, പെട്ടെന്ന് നശിച്ചു പോകുമെന്നുള്ള. കാരണം എനിക്കിതിൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും. എൻ്റെ മൊബൈൽ എന്നും വെള്ളത്തിലിട്ട് എന്ന് വൃത്തിയാക്കിയിട്ട് വേണം കൊണ്ടു നടക്കാൻ എന്നുള്ള ആഗ്രഹം. പക്ഷേ ഇതിൻ്റെ നിർമ്മാതാവ് അതിൻ്റെ കാറ്റലോഗിൽ എഴുതി വെച്ചിരിക്കുന്നത് വെള്ളത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ ഞാനത് മനസ്സിലാക്കാതെയാണ് ഇത് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് അപകടമായിരിക്കും, പെട്ടെന്ന് നശിച്ചു പോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെയാണ് എനിക്ക് എൻ്റെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം എന്നതിൻ്റെ കാറ്റലോഗാണ് വിശുദ്ധ ഖുർആന്. അത് പഠിക്കാതെ ഞാൻ മുന്നോട്ട് പോയാൽ ഉണ്ടാകുന്ന അവസ്ഥ. അതുപോലെ തന്നെ രണ്ടാമത്തത്, ജീവിതത്തിൻ്റെ വെളിച്ചമാണ്, വഴികാട്ടിയാണ് ഇത് എന്നുള്ള. അപ്പൊ നല്ലൊരു ടോർച്ച് എൻ്റെ വീട്ടിലുണ്ട്, നല്ലൊരു ഖുർആൻ എൻ്റെ വീട്ടിലുണ്ട് എന്നർത്ഥം. നല്ലൊരു ഖുർആൻ എൻ്റെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ വഴി കാണിച്ചു തരുന്ന നല്ല വെളിച്ചമുള്ള ഒരു ടോർച്ച് എൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ ടോർച്ച് കത്തിച്ചു നോക്കാതെ, അല്ലെങ്കിൽ കത്തിച്ച് ആ ടോർച്ച് അടിച്ചു നോക്കാതെ, വെളിച്ചമടിക്കാതെ മുന്നോട്ട് പോയാൽ അപകടമുണ്ടാകും എന്നുള്ള ഉറപ്പാണ്. പാതിരാത്രിയിൽ അല്ലെങ്കിൽ മലീമസമായി ഈ നാട്ടിൽ ഞാൻ ജീവിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ എന്നുള്ള ടോർച്ച് അത് ഉപയോഗിച്ച് നോക്കാതെ വീട്ടിൽ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ അപകടമുണ്ടാകും എന്നുള്ളതാണ്. അപ്പൊ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ എനിക്ക് ഈ വിശുദ്ധ ഖുർആൻ പഠിക്കണം, മനസ്സിലാക്കണം. ഖുർആൻ എന്ന വെളിച്ചം എൻ്റെ വീട്ടിലുണ്ട്, മുസഹഫ് എന്നുള്ള വെളിച്ചം എൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കാൻ അല്ലെങ്കിൽ കൊണ്ടു നടക്കണം എങ്കിൽ അത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ ഉപകാരം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഖൈറായ മനുഷ്യനാകണമെങ്കിൽ ഖുർആൻ പഠിക്കണം എന്നുള്ള. ഖൈറായ മനുഷ്യനാകണമെങ്കിൽ ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഖൈറായ ഒരു മനുഷ്യനാകണം എങ്കിൽ ഖുർആൻ പഠിക്കണം. അതുപോലെ തന്നെ ഖബറിലെ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള, ഖുർആൻ ഏതാണ് എൻ്റെ ഗ്രന്ഥം എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ എനിക്ക് ഖുർആൻ പഠിക്കണം. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം, മനസ്സ് തുരുമ്പ് പിടിക്കുന്ന പോലെ, ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പോലെ മനസ്സും തുരുമ്പ് പിടിക്കും എന്നുള്ളതാണ്. ആ തുരുമ്പ് പിടിക്കുന്നതിനുള്ള പരിഹാരമാർഗമായി, രോഗത്തിനുള്ള ശമനമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ചികിത്സയായിട്ട് പറയുന്നത് അത് തിലാവത്തുൽ ഖുർആനാണ്. ഒരു ചികിത്സ അതാണ്, തിലാവത്തുൽ ഖുർആനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിന് ചികിത്സയാണ്, മരുന്നാണ്, രോഗങ്ങളിൽ നിന്നുള്ള രക്ഷയാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് തന്നെ ഖുർആൻ എനിക്ക് പഠിക്കണം. അതുപോലെ തന്നെ ഹൃദയം ആൾതാമസമില്ലാത്തവരെ പോലെയാകും ഖുർആൻ പഠിക്കാത്തവർ. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് ദുശക്തികൾ വരാതിരിക്കുവാൻ എൻ്റെ ഹൃദയത്തിൽ ഖുർആനിക ആശയമുണ്ടാകണം, അർത്ഥമുണ്ടാകണം, മനസ്സിലാക്കണം, പഠിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം, ഖുർആൻ പഠിക്കാൻ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം, എനിക്ക് ഖുർആൻ പഠിക്കുന്നതോടുകൂടി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇന്ന അഹ്ലീന മിനന്നാസ്, ജനങ്ങളിൽ അള്ളാഹുവിന് കുടുംബക്കാരുണ്ട് എന്നുള്ളതാണ്.
മൻഹും യാ റസൂലല്ലാഹ്, സ്വഹാബിമാര് ചോദിച്ചു. ഹും അഹ്ലുൽ ഖുർആൻ, അവര് അഹ്ലുൽ ഖുർആനാണ്, ഖുർആൻ പഠിച്ചവരാണ് എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ അള്ളാഹുവിന്റെ കുടുംബമാവുക എന്നുള്ളത് ഖുർആന്റെ ആളുകൾക്ക് മാത്രമേ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിക്കുവാൻ നമ്മൾ സന്നദ്ധമാകുന്നു. അതുപോലെ തന്നെ എട്ടാമത്തെ ഒരു ആഗ്രഹം കാരണം എന്താണെന്ന് ചോദിച്ചാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ റസൂല് ഒരു പ്രാർത്ഥന മാറ്റിവെച്ചിരിക്കുന്നു, ഒരു ശുപാർശ മാറ്റിവെച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ ആ ശുപാർശ പരലോകത്ത് വെച്ചിട്ട് തൻ്റെ അനുയായികൾക്ക് ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ഇങ്ങനെ പോയി പറയുകയാണ്, ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിനെ പരിഗണിക്കണം എന്നുള്ള ശുപാർശ നടത്തുകയാണ്. ആ നടത്തുന്ന സന്ദർഭത്തിൽ ഒരു വിഭാഗത്തെയാണ് അള്ളാഹുവിന്റെ റസൂല് പരിഗണിക്കാതിരിക്കുക. അത് ഖുർആനെ ദുനിയാവിൽ പരിഗണിക്കാത്ത ആളുകളെയാണ്. ദുനിയാവിൽ പരിഗണിക്കാത്ത ആളുകളെ അന്ന് അള്ളാഹുവിന്റെ റസൂൽ ആ ശുപാർശയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഖുർആൻ പഠിക്കുവാനുള്ള വലിയൊരു കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസാണ്. ഹദീസിൽ നമ്മൾ പറഞ്ഞു, ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ഷഫീഅൻ ലി അസ്ഹാബിഹി, ഖുർആന് ഷഫീഅൻ ലി അസ്ഹാബിഹി, അത് ഖുർആൻ നമുക്ക് ശുപാർശ ചെയ്യുവാൻ വേണ്ടി പരലോകത്ത് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഖുർആൻ പാരായണത്തിന്റെ പ്രാധാന്യം, ഖുർആൻ പഠിക്കലിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്ക് ആരാരുമില്ലാത്തൊരു നേരത്ത് ശുപാർശകനായിട്ട് വിശുദ്ധ ഖുർആൻ വരുന്ന ഒരു രംഗം പടച്ചറബിന്റെ മുമ്പിൽ, അങ്ങനെ രംഗം നമ്മൾ ആലോചിച്ച് നോക്കുക. അതുണ്ടാകണമെങ്കിൽ ഖുർആൻ, ഇന്ന് നമുക്കറിയാം എല്ലാ രാവിലെയും പകലും നമ്മുടെ എല്ലാ സുബഹിയും വിശുദ്ധ ഖുർആൻ കൊണ്ട് തുടങ്ങുവാൻ, ഖുർആന്റെ പഠനവുമായി തുടങ്ങുവാനുള്ള സംവിധാനം നമ്മളിപ്പോൾ എല്ലാ ദിവസവും, ഇതിന് തൊട്ടു മുമ്പ്, ഈ ഹദീസ് പഠനത്തിന് തൊട്ടു മുമ്പ് എല്ലാ ദിവസവും ആയാത്ത് ദർസെ ഖുർആനിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ അവസരങ്ങളെയും തട്ടിമാറ്റിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ, അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എങ്കിൽ, ഇങ്ങനെ ശുപാർശ നമുക്കുണ്ടാവുകയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കുടുംബക്കാരാകുവാൻ നമുക്ക് സാധിക്കുകയില്ല. പടച്ചവൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ നമുക്ക് കഴിയുകയില്ല. നമ്മുടെ ജീവിതം, ഇഹലോക ജീവിതം തന്നെ വെളിച്ചമില്ലാത്തതായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആനെ പരിഗണിച്ചുകൊണ്ട്, ഖുർആന്റെ പഠനം കൊണ്ട് നമ്മൾ ഓരോ ദിവസവും തുടങ്ങുക. ആ ദിവസത്തിലുടനീളം നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുക. ഖുർആൻ നമുക്ക് വെളിച്ചം പകരും, അള്ളാഹുവിൻ്റെ പരലോകത്ത് വെച്ച് നമുക്ക് ശുപാർശ നൽകും. ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ കുടുംബക്കാർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അഹ്ലുൽ ഖുർആന്റെ ആളുകളായിട്ട് നമ്മളെയും മാറ്റുമാറാകട്ടെ, ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ വെളിച്ചമേകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിക ആശയങ്ങളിൽ ജീവിച്ച് ഖുർആൻ ശുപാർശ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സിദ്നാ ഇൽമൻ നാഫിയ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ ത്വയ്യിബ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ വഖിയാമനാ വസലാത്തനാ വസിയാമനാ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.